എടാ നീ ന്യായവും നീതിയും ചോദിച്ചോണ്ട് ഇവിടെ അങ്ങനെ ഇരുന്നോ? അല്ലാതെ ഇനി ഞാൻ എന്ത് വേണമെന്നാണ് ഈ പറയണത്? എടാ പെണ്ണിന് ഇവിടുന്നാണ് കാണാണ്ടായത്. ആ പെണ്ണ് എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കണം എന്ന്. എന്റെ അമ്മാവ ഞാൻ എവിടെ പോയിട്ട് അന്വേഷിക്കാനാണ്? അത് അന്വേഷിക്കേണ്ട ആളുകൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളുന്നു. എന്റെ അമ്മ ഇവൻ അതിന്റെ സീരിയസ് മനസ്സിലാവണില്ലല്ലോ. എടാ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ആൾക്കാരെന്താ പറയണെന്നറിയോ? പെണ്ണുങ്ങളില്ലാത്ത സമയത്ത് ഒരു പെണ്ണ് ഇവിടെ കച്ചവടത്തിന് വന്നപ്പോ അവളെ വിളിച്ച് അകത്തിരുത്തി, പിന്നെ കാണാനില്ല എന്നാ പറയണേ. എന്താണ് കാരണം? കുടുംബത്ത് പേരുദോഷം ഉണ്ടാക്കിയിട്ട് പിന്നെ അവിടെ ഇരുന്ന് ചിരിക്കണം. എന്ത് പേരുദോഷം? അമ്മാവൻ എന്തായി പറയണേ? എനിക്ക് മനസ്സിലാവില്ല. എടാ ഒന്നാമത് ഇങ്ങനെയാണോ ചെയ്യാ? കുറച്ച് വിവരം ബുദ്ധി വേണ്ടേ? പെണ്ണുങ്ങളില്ലാത്തൊരു സമയത്ത് ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ എന്താ ഇവിടെ പെണ്ണുങ്ങളൊന്നും ഇല്ലാട്ടോ, കച്ചവടമൊന്നും വേണ്ട, പൊയ്ക്കോ എന്ന് പറയണം. ആ സമയത്ത് ആ പെണ്ണിന് ദേഹം വല്ലാതെ തോന്നി വെള്ളം കുടിക്കണമെന്ന് തോന്നി. അവൻ വെള്ളം എടുക്കാൻ പോയപ്പോ ബോധം കെട്ട് വീണ്. അതിനെന്താ അവിടെ ഇട്ടിട്ട് അവൻ ജോലിക്ക് പോകണം? ഇവിടെ ഇപ്പം വെള്ളമൊന്നും തരാൻ പറ്റില്ല, ഇവിടെ പെണ്ണുങ്ങളൊന്നും ഇല്ല എന്ന് പറയണം. അഥവാ ഇനി ബോധം കെട്ട് വീണം നാട്ടുകാരെ വിളിച്ചറിയിക്കണം. എന്റെ അമ്മാവ ബോധം പോവലും ബോധം വരലൊക്കെ ഒരു 2-3 മിനിറ്റിന്റെ ഉള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇത് നീ പറയണതല്ലേ? നീ ഒരു അമ്മാവനല്ലേ? നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് അത്രയ്ക്ക് സഹിക്കാൻ വയ്യെങ്കിൽ നീ കൂടെ പോയി അന്വേഷിക്കും. ഞാൻ അന്വേഷിക്കും. ഞാൻ പലയിടത്തും ഇങ്ങനെ പോണ പെണ്ണുങ്ങളൊക്കെ അന്വേഷിച്ചു. എനിക്ക് ഈ കുട്ടി ഏതാന്ന് അറിയണ്ടേ? എന്റെ പൊന്നെ അഴകേശ, ആ കൊച്ചു ഇവിടെ സമയം കളഞ്ഞ സമയം കൊണ്ട് അവന് കുറച്ച് ശമ്പളം കിട്ടുന്നതാണ്. ആ കൊച്ചു ഓടി കിടന്ന് 3-4 വീട് പിടിക്കുകയായിരിക്കും. ഇപ്പൊ അവരന്വേഷിച്ച് കണ്ടുപിടിച്ചോളും. നീ വെറുതെ അടങ്ങിയിരിക്കുക. ഇത് അമ്മയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് 2 പേർക്ക് എന്തെന്ന് മനസ്സിലാവാത്തത്? നിന്റെ അമ്മ അങ്ങനെ പറയും. കാക്കയ്ക്കേ തൻകുഞ്ഞു പൊൻകുഞ്ഞാ. എന്നാ നാട്ടുകാർക്ക് അങ്ങനെയല്ല. ഇപ്പൊ എന്തോ വേണമെന്നാ പറയുന്നത്? അവൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും. 2 ദിവസം ലീവ് എടുത്ത് നീ പോയി അന്വേഷിക്കാം. എനിക്ക് സൗകര്യം ഞാൻ എന്ത് പറയാൻ? വേണ്ടൊരു പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കും. എന്റെ ചേച്ചി ഇത് എന്തെങ്കിലും എന്റെ അമ്മ സീരിയസ് ആയി അറിയാണ്ട് ഓരോന്നും പറയല്ലേ? എടാ എന്തോന്നാണ് സീരിയസ്? അവൻ ഒരു പെണ്ണ് കെട്ടിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഇത്ര വലിയ സീരിയസ് ആയിരുന്നെങ്കിൽ പെണ്ണില്ലായിരുന്നെങ്കിൽ അവളെ പിടിച്ച് ഇവിടെ കൊണ്ട് നിർത്താറുണ്ട്. കൊണ്ടുവരായിരുന്നല്ലോ. കഷ്ടമാണെന്ന് പറ. ഇനി ഇതിന്റെ നീ അങ്ങനെ ആണെന്ന് വെക്കി, അപ്പൊ എന്താ ചെയ്യാ നമ്മള്? എടാ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് പോയൊന്ന് അന്വേഷിക്കാം. സൗകര്യം ഇല്ലാന്ന് ഞാൻ ഇല്ലാതിന്. ഇത് അന്വേഷിക്കാനുള്ള അന്വേഷിക്കുന്നുണ്ട്, അവര് കണ്ടുപിടിച്ചോളും. നീ നടങ്ങിയിരിക്കും. എവിടെ പോയി അന്വേഷിക്കുന്നത്? കൂടെയുള്ള 2 പേരിൽ ഇവിടെ വന്ന് നാട് മുഴുവൻ നോക്കി കാണാനില്ല എന്ന് പറയുന്നത്. അവര് ഒന്നും കാണാണ്ടൊന്നും ഇവിടെ വന്ന് അന്വേഷിക്കില്ല. ആ കുട്ടി ലാസ്റ്റ് ഫോൺ ചെയ്തപ്പോൾ തന്നെ വീട്ടിലെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു വിളിച്ചു. പിന്നീട് ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല, നാട് മുഴുവൻ അന്വേഷിച്ചാൽ കിട്ടുന്നില്ല. പിന്നെ ഇവിടെ അല്ലാണ്ട് പിന്നെ എവിടെ പോയി അന്വേഷിക്കവര്? ഇത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്റെ അമ്മാവ. പോലീസ് വന്ന ആളെ വിഴുങ്ങും. ജമന്തി നീ വെറുതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കോട്ടാ. ഇതെന്താ വിളിക്ക്? പട്ടാളം, പോലീസല്ല. വരുന്നവര് വരട്ടെ. സമാധാനമായല്ലോ, എല്ലാവർക്കും സമാധാനമായല്ലോ. നീ ഇച്ചിരി വിഷം വാങ്ങിച്ച് കുടിച്ചാൽ എല്ലാവരും കൂടെ അവസാനിപ്പിച്ചാൽ മതി. നീ പോയി വിഷം വാങ്ങിച്ചോണ്ട് പോയി, ഞങ്ങളങ്ങ് അവസാനിക്കാം. നിങ്ങളുടെ അമ്മയും മോനോ ചെയ്താൽ മതി, ഞങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യണ്ട. എന്ത് തോന്നിയാസങ്ങളെയാ നീ കാണിക്കണേ? നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? എന്താ അറിഞ്ഞിട്ട് എന്താ അഹങ്കാരം കണ്ടില്ലേ അവന്റെ? അവിടെ കവലയിൽ ഇറങ്ങാൻ വയ്യ. ഈ കാര്യം അറിയാതെ വർത്തമാനം പറയല്ലേ? കാര്യമൊക്കെ ഞാൻ അറിഞ്ഞ ആൾക്കാരെല്ലാരും പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ആളുകൾ എന്ത് പറയണേ? ആളുകൾ ഇപ്പൊ എന്റെ എതിർ പാർട്ടിക്കാർ ഉണ്ടല്ലോ, അവന്മാര് പറയണേ എനിക്കും പങ്കുണ്ടെന്ന്. അവന്മാര് പ്രകടനമൊക്കെ ആയിട്ട് ഇവിടെ വരും എന്ന് പറഞ്ഞ് നിൽക്കുക. പിന്നെ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ അത് ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആ പെണ്ണിന്റെ ഓഫീസിലുള്ള ആൾക്കാരെല്ലാം അവിടെ ഉണ്ട്. മിക്കവാറും നിന്നെ അന്വേഷിച്ച് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. നീ അവന്റെ നേർക്ക് കുതിര കേട്ടാൽ ഇതിൽ എന്തെങ്കിലും ഒരു വഴി പറ. നീ ഞാൻ എന്ത് വഴി പറയാൻ കാണിച്ചു വെച്ചിട്ട് അവ ഇരിക്കുന്നുണ്ടില്ലേ? ഞാൻ എന്ത് കാണിച്ചു? കാണിച്ചതൊക്കെ ഇനിയിപ്പോ കാണാം. ഇനിയിപ്പോ അന്വേഷണമായി, പോലീസ് പെട്ടി വരും, വെരടയാളക്കാർ വരും, എല്ലാം കൂടെ. അതെ അളിയാ, നീ ആ പെണ്ണിന്റെ തൊടുകയോ വല്ലതും ചെയ്തോ? എന്ത്? എടാ പെണ്ണിനെ തൊടുകയോ സ്പർശിക്കോ എന്തെങ്കിലും ചെയ്തോ നീ? അയ്യോ തൊട്ടെന്ന് പോയി. തൊട്ടെന്ന് ചോദിച്ചാൽ അത് ബോധം പോയ സമയത്ത് അങ്ങോട്ട് പിടിച്ച് കിടത്തി. പിന്നെ വെള്ളത്തിന് മുഖത്ത് കളിച്ചിട്ട് ഞാൻ ഈ കവിളിലൊന്നും ഇങ്ങനെ തട്ടി കൊടുത്തു. ബോധം പോയവരൊക്കെ ചികിത്സിക്കാൻ നീ ഡോക്ടറല്ലേ? വീട്ടിൽ വന്ന് കയറിയ കൊച്ചിന് ബോധക്കേട് വന്നാ എന്തോ ചെയ്യും? ഇനിയിപ്പോ പട്ടി വന്ന് മണപ്പിച്ച അതും ആയി തൊടയും ചെയ്തു. ജമന്തി എന്ത് കണ്ടിട്ടാണ് ഈ കരയുന്നത്? പറയാ ഗേൾസ് സ്കൂളിന്റെ എവിടെയാ? അപ്പൊ എന്താ കാട്ടില്ല? ആഹാ വാട്സാപ്പിലോ? ഞാൻ നോക്കാം. നീ വെച്ചേരെ.
എന്താണ് അമ്മ വഞ്ഞു വാ അമ്മാവ. എന്താ അതെ എന്താ കാര്യം എന്താ അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. അവിടെ ഇരിക്കേ. അതെ ഒരു അജ്ഞാത മൃതദേഹം ഗേൾസ് സ്കൂളിന്റെ ബാക്കിലെ പെണ്ണിന്റെ മുഖമൊന്നും തിരിച്ചറിയാൻ വയ്യ. ബാഗൊക്കെ ഉണ്ടല്ലോടാ. ആ ഉണ്ട്. കവന്ന കിടക്കണം. ഇതിപ്പോ അല്ലാണ്ട് ഇല്ല. എന്താണ് എന്താണ് എന്താ വിഷയം? വെട്ട് എല്ലാം കൈവിട്ട് പോയളയാ. എന്തമ്മാവാ? എടാ ആ പെണ്ണില്ല ഇവിടെ വന്ന് അതിന്റെ ശവം അവിടെ കുറ്റിക്കാട്ടിലെ ഫോട്ടോ ഗേൾസ് സ്കൂളിന്റെ ബാക്കിലുള്ള കുറ്റിക്കാട്ടില്. ഏത് പെണ്ണ്? ഇവിടെ വന്ന പെണ്ണാ? ഇവിടെ വന്നത് അല്ലേ ഒന്നും അറിയില്ല. ബാഗെല്ലാം ഉണ്ട്. ഏതാണ്ട് ഇവിടെ വന്ന പെണ്ണിനെ മുഖമൊന്നും തിരിച്ചറിയാൻ വയ്യളിയാ. വേണ്ട കാണണ്ട. വീർന്ന വലിയ ബാഗ് ഉണ്ടായിരുന്നോ? ആ എന്നാ കമന്ന് കിടക്കുമ്പോ പുറത്തൊരു വലിയ ബാഗ് ഉണ്ടായി. അതെ അതന്നെ പെട്ടുപ്പോ. ഇവിടെ നോട്ടെ. കാണിക്ക്. എന്ത് കാണാൻ? രാവിലെ വന്നപ്പോ നീ കണ്ടല്ലോ. ഇനിയിപ്പോ കാണാനൊന്നുമില്ല. അതെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇവിടെ ഉണ്ടായ സംഭവമൊക്കെ അങ്ങോട്ട് പറഞ്ഞാ പോരെ? മണ്ടത്തരം പറയല്ലേ അമ്മാവ. അതെ ഇനിയിപ്പോ ഞാൻ നോക്കിയിട്ട് അളി ഇവിടെ നിൽക്കണ അത്ര നല്ലതല്ല. ഒരു 2 ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കട്ടെ. 1-2 ഡ്രസ് കൊടുത്തിട്ട് അളി ഇവിടെ പോകാൻ നോക്ക്. എന്റെ അളിയെ കെട്ടിപ്പിടുത്ത മാപ്പ് കുറച്ചതൊക്കെ പിന്നെ നീ പോവാൻ നോക്കപ്പോ. ഒന്നുമില്ല ഇതൊക്കെ പറഞ്ഞു നിൽക്കാ. പിടിക്കണം